അപ്പൊ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഈ ഡ്രസ്സിലും കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ നവ്യ ചേച്ചി നിന്ന് പെർഫോം ചെയ്യുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ചേച്ചി. അനുഷ്ക, യെസ്, മൈ മോഡൽ. പക്ഷെ മോള് നന്നായിട്ട് പാടി, താങ്ക് യു. അടിപൊളിയായിട്ട് പാടി. ആ പാട്ടിന്റെ എന്ത് എനർജി വേണോ ആ എനർജിയോടുകൂടി തന്നെ പാടി. എനിക്ക് ആക്ച്വലി ആദ്യം ഒരു ചെറിയൊരു ഞെട്ടലൊക്കെ കിട്ടി. ബിക്കോസ് ലൈറ്റ്സ് ഒക്കെ നല്ല ഡിം ചെയ്തിട്ട് ഒരു കർണാട്ടിക് തുടക്കം തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് ലൈറ്റ്സ് വന്നപ്പോൾ ശരിയൊരു കുത്തുപാട്ടിന്റെ ഇഫക്റ്റ് ആയിരുന്നു ഇവിടെ. ഡാൻസ് ഒക്കെ കളിച്ച് ആ മൊത്തം ഷിഫ്റ്റ് ഇങ്ങോട്ട് മാറ്റിയത് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ലാസ്റ്റ് അങ്ങോട്ട് നടന്നു പോയി പാർവതി വിളിച്ചുകൊണ്ട് വന്ന എന്തായാലും നന്നായി. നമുക്ക് സമയം കളയണ്ട, നമുക്ക് അടുത്ത കർത്തവ്യത്തിലേക്ക് നമുക്ക് വേഗം ആവട്ടെ. എല്ലാരോടും അത്രയും കരുണ കാണിച്ചതിന് നന്ദി. പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും വോയിസിൽ കുറച്ച് ഷിവർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. പക്ഷെ നമ്മൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മുടെ മനസ്സിന്റെ പുറകിൽ ഉണ്ടാവണം. നമ്മുടെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യുന്ന ഒന്നും തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള കളി മാത്രം മതി. അത് ഡാൻസ് ആവട്ടെ, ഇങ്ങനെ പോയിട്ട് നടക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു പണി പറ്റിക്കലാവട്ടെ, എന്താണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ പെർഫോമൻസ്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബട്ട് യു ആർ റിയലി ഗുഡ്. നല്ലൊരു എനർജി ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ്, ഫുൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു മോളുടെ പെർഫോമൻസിൽ. സോ നന്നായിട്ട് ചെയ്തു. ആൻഡ് ഓർക്കസ്ട്രയെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. ഇടയ്ക്ക് ഒരു ചെറിയൊരു ഇന്റർലൂഡ് ഒക്കെ പാടിക്കൊടുത്ത് നല്ല രസമായിരുന്നു. ഇറ്റ്സ് വെരി നൈസ്ലി ഡൺ. നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അനുഷ്ക. യെസ് സാർ. യെസ് സാർ. അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. ഭയങ്കര വൈബ്രന്റ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഓഫ് കോഴ്സ് 2 പവർ ഹൗസുകൾ പാടിയ പാട്ടാണ് മോൾ ഒറ്റയ്ക്ക് പാടുന്നത്. ഓൾമോസ്റ്റ് ആ സെയിം പവറിൽ തന്നെ മോള് പാടുകയും ചെയ്തിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ കോറസ് സിംഗേഴ്സ് അവസാനമായപ്പോഴേക്കും കോറസിന്റെ വഴിക്ക് പോയി. പക്ഷെ നന്നായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ആകെ ഫീൽ ചെയ്തത്, ഞാൻ പട്ടണം പഠിച്ച പെണ്ണാന്ന്, പിന്നെ എന്നെ തൊട്ടാലൊട്ടണം, അവിടെ മാത്രം എനിക്കൊന്ന് ലോ രജിസ്റ്റർ അത്ര നേരം ഫുൾ പവറിൽ പായിട്ട് എനിക്കൊന്ന് ആ അനുപല്ലവി തിരിച്ച് ചെറിയ, അത് മെയിലാണോ? അല്ല, ഫീമെയിലാണ്. ഇത് ഒറിജിനൽ സ്കെയിൽ തന്നെയാണോ? അല്ല. ആ, അപ്പം പിന്നെ അവിടെ മാത്രം എനിക്ക് ചെറിയൊരു ഒരു വേവറിങ് പോലെ എനിക്ക് തോന്നി. ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ മോള് ഗംഭീരമായിട്ട് തന്നെ ഫുൾ എനർജി കൊടുത്തിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ അഭിരാമി പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് ഈ നടന്നു പോകുമ്പോൾ അവളുടെ ഇവളെ പിക്ചറിൽ വന്ന പ്രശ്നമാണ് മോളെ. ഞാൻ അവിടെ മര്യാദ ഞാൻ തന്നെ നടന്നു വരില്ലായിരുന്നാ? ആരും എന്നെ വന്ന് വിളിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. ഇപ്പൊ കുറ്റം മൊത്തം എനിക്കായി ലാസ്റ്റ്. മോൾക്ക് അവിടെ നിന്ന് മര്യാദക്ക് പാടി പോയി. ഇപ്പൊ അവസാനത്തെ നാനാക്കെ ഏതൊക്കെയോ വഴിക്ക് പോയി. ഞാൻ പറഞ്ഞില്ല, പ്രശ്നമാണ്. ഞാനല്ലേ? ഞാനാണ് പാട്ടാണ്? അല്ല, അവള്. ഞാൻ എന്തിനായിരുന്നു നീ എന്നെ വന്ന് വിളിച്ചത്? കാരണം ആ പോകുന്ന വഴിക്കൊക്കെ മോളാ ഞാൻ ഒക്കെ കളഞ്ഞോണ്ടാ പോകുന്നത്. എന്നിട്ട് തിരിച്ച് സ്റ്റേജ് എടുത്തിപ്പം ഓക്കെ പഴയതുപോലെ ഒക്കെ ഒന്നായി. പക്ഷെ ആ പ്രോസസ്സിൽ കുറച്ച് ഒന്ന് ആടി വലഞ്ഞു നോട്ട്സ്. ഇപ്പോൾ പറഞ്ഞു പണ്ടായി ചേച്ചിനെ വിളിക്കാൻ പോകണ്ട. അതെ, നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. എനിക്ക് തോന്നി. അപ്പം അത്ര മാത്രമേ ഉള്ളൂ മോളെ. പിന്നെ വലിയൊരു കയ്യടി മോൾക്ക്. കാരണം 2 പേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് ഒന്ന് പാടി. അത് ഈ പാട്ട് അത്രയും ജോഷിൽ പാടില്ലെങ്കിൽ ഈ പാട്ട് വർക്ക് ആവില്ല. ബ്യൂട്ടിയുടെ ഓക്കെ, വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. അനുഷ്ക സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ആദ്യം തന്നെ ഇത് 2 സിംഗേഴ്സ് പാടിയ ഒരു പാട്ട് അനുഷ്ക ഒറ്റയ്ക്ക് പാടി അടിപൊളിയാക്കി. അത് ആദ്യത്തെ ഒരു ക്രെഡിറ്റ്. കഴിഞ്ഞ റൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും നൈസ് സെലക്ഷൻ. അധികം ആരും ചിന്തിക്കാത്തൊരു പാട്ട് സെലക്ട് ചെയ്തു. അതുപോലെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബട്ട് നൈസ് പെർഫോമൻസ്, വെരി നൈസ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? ഹരിച്ചേട്ടാ, അപ്പോൾ ഇന്നത്തെ മോളുടെ പെർഫോമൻസ്, നല്ല പെർഫോമൻസും നല്ല പാട്ടായിരുന്നത് കൊണ്ടും ഐ ആം ഗിവിംഗ് യു 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക സെയിം 8.5. താങ്ക് യു സർ. സൂപ്പർ. ചേച്ചി എന്റെ കയ്യിൽ നിന്ന് 8.5. താങ്ക് യു മാം. സൂപ്പർ. 25.5 മാർക്സ് ആണ് 30ൽ കിട്ടിയിട്ടുള്ളത്. സോ ഹാപ്പി അല്ലേ? ഹാപ്പി ആണെന്ന് അറിയാം.
എല്ലാരും നല്ല മാർക്സ് അല്ലേ വാങ്ങിച്ചിട്ട് പോണത്. അത് തന്നെ കീപ്പ് ചെയ്തോട്ടാ. അതിന് താഴേക്കൊന്നും നമുക്ക് ആർക്ക് പോകണ്ട. കാരണം ഇവര് ലാസ്റ്റ് പാടുപെടണം ഇതാർക്ക് തരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അനുഷ്ക ഓൾ ദി ബെസ്റ്റ്. അപ്പൊ അടുത്ത റൗണ്ട് നമുക്ക് പൊളിക്കണം. സോൾഫുൾ മെലഡി റൗണ്ട് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വായോ. ഓക്കേടാ, ബൈ.